ഹലോ, ഇന്ന് ഞാൻ ഒരു രസം ഉണ്ടാക്കുന്ന റെസിപ്പി ആയിട്ട് വന്നിരിക്കുന്നു. അത് നിങ്ങൾക്കൂടെ ഒന്ന് കാണിക്കാമെന്ന് വെച്ചു. അപ്പോൾ അതിനടുത്ത് കുറച്ച് സാധനങ്ങൾ ഞാൻ വെച്ചിട്ടുണ്ട്. കുറച്ച് ചുമന്നുള്ളി, കുറച്ച് വെളുത്തുള്ളി, കുറച്ച് ഇഞ്ചി, പിന്നെ ഒരു ചെറിയ ടമാറ്റ, ഒരു 3 വറ്റൽമുളക്, 2 പച്ചമുളക്, കുറച്ച് കറിവേപ്പില, പിന്നെ ഞാൻ കുറച്ച് പുളി, കുറച്ച് വെള്ളവും ഉപ്പും ഇട്ടിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് ഇതെല്ലാം ഈ ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടെ ഒന്ന് ചതച്ച് കൊണ്ടുവരാം. ഓക്കെ, ഇതെല്ലാം ഒന്ന് ക്രഷ് ചെയ്ത് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ 2 ഇൻഗ്രീഡിയൻസ് കൂടി ഇടുന്ന കാര്യം, കുറച്ച് ജീരകവും അത് രണ്ടും കൂടെ വേണം ഒന്ന് ചതച്ചെടുക്കുന്നതിൻ്റെ കൂടെ എടുക്കണം. ഞാനത് ഫസ്റ്റ് കാണിച്ചില്ല. അപ്പോൾ നമുക്ക് ഇതെല്ലാം ഒന്ന് എണ്ണയിലിട്ട് ഫ്രൈ ചെയ്ത് ചൂടായി വന്നപ്പോൾ ഞാൻ കുറച്ച് കടുകും കുറച്ച് ഉലുവയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് നല്ല പൊട്ടി വന്ന ശേഷം നമ്മളിവിടെ ക്രഷ് ചെയ്ത് മാറ്റി വെച്ചിട്ടില്ലേ ഈ ഇൻഗ്രീഡിയൻസ് ഇതിനകത്തോട്ട് ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. കുറച്ച് ഒന്ന് മൂപ്പിച്ചെടുക്കാവേ. അപ്പോൾ ഇത് കുറച്ചൊരു കളറൊക്കെ ചേഞ്ച് ആയിട്ടുണ്ട് ഗൈസ്. ഇത്ര ആയിട്ടുണ്ട്. ഈ പരുവത്തിൽ നമ്മൾ ഇതിലോട്ട് ഈ സമയത്തിന് ഞാൻ കുറച്ച് പച്ചമുളക്, പിന്നെ കുറച്ച് ഒരു ചെറിയ ടൊമാറ്റോയാണ്, അതും കൂടി ഇതിലോട്ടിട്ട് ഒന്നുകൂടെ ഒന്ന് വഴറ്റുക. ഓക്കെയോ? അപ്പോൾ ഇതെല്ലാം നന്നായിട്ട് ഒന്ന് ഇതാണ്ട് ഇപ്പം നമ്മൾക്ക് ഈ സമയത്ത് നമ്മൾ ഇതിനകത്തോട്ട് കുറച്ച് പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാവേ. ആദ്യം കുറച്ച് മഞ്ഞൾപ്പൊടി ഇടണം, പിന്നെ കുറച്ച് മുളക് പൊടി, കുറച്ച് മല്ലി, പിന്നെ കുറച്ച് കുരുമുളക് പൊടി, ഇത്ര ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ഇത് നന്നായിട്ട് നമ്മളിങ്ങനെ വഴറ്റി കൊടുക്കുക, നല്ല കളർ ചേഞ്ച് ആകുന്നിടം വരെ. നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. അപ്പം നമ്മൾക്ക് പുളി വെള്ളം ഒഴിച്ച് വെച്ചിട്ടില്ലേ, അത് ഇതിലോട്ട് ഒഴിച്ച് കൊടുക്കാവേ. എന്നിട്ട് ആവശ്യത്തിനുള്ള വെള്ളവും നമ്മൾ ഒഴിച്ച് കൊടുക്കണം അതിൻ്റെ കൂടെ. അപ്പോൾ നമ്മൾ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുത്തതായി ഇത്ര ഈ ഒരു കൺസിസ്റ്റൻസിയിൽ. അപ്പം എനിക്കിത്ര ആവശ്യമുള്ളൂ. അപ്പം ഞാൻ ഇത്ര വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് തിളയ്ക്കാൻ വേണ്ടി നമുക്ക് ഇതിപ്പോൾ ഈ തിളച്ച് വരുന്ന സമയത്ത് നമ്മൾക്ക് 1-2 കാര്യങ്ങൾ കൂടി, ഇത് കുറച്ച് കായമാണ്, അതും കൂടി അതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് ശർക്കര, അത് കുറച്ച് എരിവും പുളിയെല്ലാം ഈക്വലാൻ വേണ്ടിയിട്ട് ഇതും കൂടി ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് തിളയ്ക്കട്ടെ. ഇത് തിളച്ച് വന്ന് തുടങ്ങിയിട്ടുണ്ട്. അപ്പം നമുക്ക് ഇതിനകത്ത് ലാസ്റ്റ് ഇത് കുറച്ച് മല്ലിയില, കുറച്ച് ഫ്രഷ് മല്ലിയിലയാണ് നല്ലത്. ഞാനിത് 2 ദിവസം ആയത് വാങ്ങിച്ചിട്ട്, അപ്പം കുറച്ച് ഫ്രഷ്നെസ് കുറവാണ്. അപ്പോൾ ഇതും കൂടി നമുക്ക് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാവേ. എന്നിട്ടൊന്നുകൂടെ ഒന്ന് ഇളക്കാം. റെഡി ആയിട്ടുണ്ട്. നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ കൊടുക്കാം. കുടിച്ച് നോക്ക് എങ്ങനെയുണ്ടെന്ന്, എന്നിട്ട് അഭിപ്രായം പറയണം. കൊള്ളുവോ? സൂപ്പറാന്ന്. അപ്പോൾ എല്ലാവരും ഈ രസം ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ട കമൻറ്റ് ഒക്കെ അറിയിക്കാൻ മറക്കരുത്. അപ്പം ബായ്.